ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയും സുധീഷും ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നിധി ഇങ്ങനെ സുധീഷിനോട് ചോദ്യം ചോദിക്കുവാണ്. എന്നെക്കൊണ്ട് ഇയാൾക്ക് യാതൊരു ഉപകാരവും ഇല്ല, ഒരു ലാഭവും ഇല്ല, പിന്നെ എന്തിനാ എനിക്ക് വേണ്ടി ഇതുപോലെയൊക്കെ സഹായങ്ങൾ ചെയ്യുന്നതെന്ന്. ഇയാളില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ ഞാൻ ആ കങ്കാരുവിനെ കല്യാണം കഴിക്കേണ്ടി തന്നെ ആയിട്ട് വരുമായിരുന്നു. ഇയാളുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. എന്തിനാ പറ, എന്തിനു വേണ്ടിയിട്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ 1000-ൽ ഒരാളായിട്ട് ചിലപ്പോൾ ഒരാളിങ്ങനെ കാണുമായിരിക്കും. അതിലൊരാൾ ഞാനായിരിക്കും. എനിക്ക് ഇങ്ങനെ ആരുമില്ലാത്തവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ ഉള്ളൊരു മനസ്സ്, അതായിരിക്കും എന്നെക്കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് എന്നൊക്കെ പറഞ്ഞ് സുധീഷ് കിടന്നിങ്ങനെ ഉരുണ്ട് കളിക്കാം. അപ്പോഴത്തേക്കും കഴിക്കാനുള്ള സാധനങ്ങളുമായിട്ട് അയാൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോഴേക്കും ഈശ്വര കറക്റ്റ് സമയത്ത് അയാൾ വന്നതെന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് നെടുവേർപ്പിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ സുധീഷ് പതുക്കെ ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ നോക്കുവാണ് അതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന്. എന്നിട്ട് അവിടെ ഇങ്ങനെ നെടുവേർപ്പൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കും കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അവരുടെ അമ്മായി അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുനന്ദയെന്നും പറഞ്ഞൊരു വിളിയായിട്ട് അവരവിടെ നിന്ന് പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മകൾ അങ്ങോട്ടേക്ക് വന്നു. മകൾ വന്നപ്പോഴേക്കും നിന്നോട് ഞാൻ എത്ര നേരമായിട്ട് അടിച്ചു വാരി തുടയ്ക്കാൻ പറഞ്ഞിട്ട് നീ എന്നാടി ചെയ്യാത്തതെന്ന് ചോദിച്ചു. ചെയ്യാം അമ്മേ, എപ്പോൾ ചെയ്യടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോളെ പേടിപ്പിക്കുക. അപ്പോഴേക്കും സുനന്ദയെന്നും പറഞ്ഞ് വീണ്ടും വിളി വന്നു. അപ്പോൾ സുനന്ദയെന്നും പറഞ്ഞ് വിളി വന്നപ്പോൾ എന്താ അതാ തയ്യക്കാരി ഷീലയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സുനന്ദ ഇങ്ങനെ നിൽക്കുക. ബ്ലൗസ് എന്ന് പറഞ്ഞു. ബ്ലൗസോ ബ്ലൗസോ എന്നും പറഞ്ഞുകൊണ്ട് മോൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും സുനന്ദയും പിന്നാലെ ചെല്ലുക. അപ്പോൾ ദേ ഈ ബ്ലൗസ് കൊണ്ട് തരാനാ വന്നതെന്ന് പറഞ്ഞു. ബ്ലൗസോ എന്തിന്? അല്ല, എല്ലാ പണിയും ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ. വേറെ എല്ലാ പണിയും മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ ബ്ലൗസ് തയ്ച്ചതെന്ന് പറയുക. അന്നേരത്തേക്കും അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്തോന്നാണ് ഷീബയെന്ന് ചോദിച്ചു. അതെ, ആ സുഭാഷിൻ്റെ വീട്ടിലെ ഇന്ന് കല്യാണ റിസപ്ഷൻ അല്ലേ, കല്യാണ പെണ്ണിൻ്റെ ബ്ലൗസ് തയ്ക്കാൻ സുനന്ദ ഏൽപ്പിച്ചിരുന്നു, അതാന്ന് പറഞ്ഞു. അപ്പം കാശിനെ അങ്ങ് ഏൽപ്പിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരി അങ്ങ് പോയി. അപ്പോഴേക്കും ദേ കിടക്കുന്നു ചട്ടിയും കലോ. അമ്മ മോളെ തുറിച്ച് നോക്കുവാണ്. ആ കുട്ടിക്ക് സുഭാഷിൻ്റെ കല്യാണ സാരി എടുത്ത് കൊടുത്തായിരുന്നേ. അപ്പോൾ ബ്ലൗസ് എവിടെ തയ്പ്പിക്കണമെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പോയി അവരെ സഹായിക്കാൻ തുടങ്ങിയോ. ഇങ്ങനെ താടിയെന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ച് മേടിക്കുമ്പോഴേക്കും മോള് പിടിച്ചു മാറ്റി. അതിങ്ങനെ അത് വിടമ്മേ എന്ന് മോള് പറയുന്നുണ്ട്. പക്ഷെ അമ്മ അത് മേടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ആയിട്ട് തട്ടിപ്പറിച്ച് മേടിച്ചു. എന്നെ നാണം കെടുത്താനായിട്ട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ട് നീ കേക്കില്ലല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടും. എന്ന് പറഞ്ഞിട്ട് ആ ഉടുപ്പ് മേടിച്ച് ഇത് കൊടുത്തോണ്ട് അവൾ റിസപ്ഷന് കൂടെ ഉണ്ടാകുന്ന പറഞ്ഞാൽ ബ്ലൗസൊക്കെ കീറാൻ നോക്കുക. ആ സമയത്ത് മോൾക്ക് ദേഷ്യം വന്നു. അത് തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചിട്ട് അമ്മ അതിര് കടക്കരുത്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ബ്ലൗസിന് എന്തെങ്കിലും പറ്റി അമ്മയാണെന്ന് ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു സുനന്ദ അമ്മയോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും അതെടുത്ത് ആ റോട്ടിലേക്ക് ഒരൊറ്റ ഏറും വെച്ച് കൊടുത്തു. നീ എന്ത് ചെയ്യുമടി, നീ എന്ത് ചെയ്യുമെന്ന് പറയടി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുനന്ദ ഓടി ചെന്ന് ആ ബ്ലൗസ് അങ്ങോട്ട് എടുത്തു. എന്നിട്ട് അവിടുന്ന് അങ്ങ് ഇറങ്ങി ഓടി. അപ്പോഴേക്കും അമ്മ നിക്കടി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വിളിയാ. പക്ഷെ മോൾ അങ്ങ് പോയി. നീ ഇങ്ങോട്ട് വരുമല്ലോടി, അപ്പം ഞാൻ കാണിച്ച് തരാടിയെന്നും പറഞ്ഞുകൊണ്ടായേ. എന്നിട്ട് ഗേറ്റും അടച്ച് അമ്മ കയറിപ്പോയി. പിന്നെ അവിടെ കല്യാണ റിസപ്ഷൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പം സുനന്ദ ഓടി വരുവാണ്. സുനന്ദ ഓടി വന്ന സമയത്ത് എന്തു പറ്റിയടി, നീ എന്തിനാ ഓടിയേ എന്നും ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ സുഭാഷ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് എത്താൻ വേണ്ടി ഓടിയതാണെന്ന് പറഞ്ഞു. ഓ അതാണോ? അല്ല സ്ക്വാഷൊക്കെ എടുക്കട്ടെ നിനക്കെന്ന് ചോദിച്ചു. അപ്പോൾ അയ്യോ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ? അല്ല ഇത് സാരിയും ബ്ലൗസുവാ തയ്ച്ചിട്ടുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. സമയത്തിന് നീ എത്തിയത് എന്തായാലും ഭാഗ്യമായി കേട്ടോ, വൈകിട്ട് ഫംഗ്ഷൻ നീ എത്തില്ലേന്ന് ചോദിച്ചു. അന്നേരം വരണമെന്നാണ് വിചാരമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം സുഭാഷേട്ടനെ അറിയാവുന്നതല്ലേ എന്നിങ്ങനെ സുനന്ദ ചോദിക്കും കേട്ടോ. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ എന്തു പറ്റി സുനന്ദ, എന്താ കാര്യം, നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സുഭാഷ് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അല്ല എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിച്ചു. പോയ സുനന്ദ എന്നിട്ട് തിരിഞ്ഞ് സുഭാഷിൻ്റെ അടുത്തേക്ക് വന്നിട്ട് സുഭാഷിനെ ഇങ്ങനെ നോക്കുക കേട്ടോ. സുഭാഷിനെ കുറേ നേരം നോക്കി. അപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് കാലത്തിന് ശേഷം ഒരാഘോഷം നടക്കാൻ പോവല്ലേ, അപ്പോൾ സുഭാഷേട്ടന് സന്തോഷമുണ്ടല്ലേ എന്ന് ചോദിച്ചു. അന്നേരമാണ് സുഭാഷ് പറയുന്നത് ഈ വീട്ടിൽ ഒരുപാട് കാലത്തിന് ശേഷം ഒരു പരിപാടി നടക്കാല്ലേ, അതിൻ്റെ സന്തോഷം എന്തായാലും ഉണ്ടെന്ന്. അപ്പോൾ സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കാത്തതിൽ വിഷമം തോന്നില്ലേ എന്ന് ചോദിച്ചേ. അന്നേരം അല്ല നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയതെന്ന് ചോദിച്ചു സുഭാഷ്. ഹരീഷ് ഇത് തന്നെ എന്നോട് ചോദിച്ചേ. അല്ല ഞാനെന്തിനാ ഇതിനെ സങ്കടപ്പെടുന്നേ, എനിക്കിതിൻ്റെ സന്തോഷമല്ലേ ഉള്ളൂ എന്ന് സുഭാഷ് ചോദിച്ചു. അപ്പോൾ സുഭാഷേട്ടാ അതെ സുഭാഷേട്ടന് എന്നെ ഇഷ്ടമാണോ എന്ന് സുനന്ദ ചോദിക്കും കേട്ടോ. അപ്പോൾ സുഭാഷ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. എന്നെ ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. അന്നേരം അല്ല അതെന്താ എന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം, നീ ഇങ്ങനെ ചോദിക്കാറില്ലല്ലോ. എടി നോക്ക്, നിൻ്റെ വീട്ടുകാർ എങ്ങനെ ഞങ്ങളോട് പെരുമാറിയാലും നീ അത് കാണിക്കാറില്ലല്ലോ എന്ന് സുഭാഷ് സുനന്ദയോട് ചോദിക്കുക. ഈ വീട്ടിലുള്ളവരെ
മനുഷ്യരെ പോലെ കാണുന്ന ഒരാളുണ്ടെങ്കിൽ അത് ശരിക്കും നീ മാത്രമല്ലേ എന്ന് സുഭാഷ് ചോദിച്ചു. പിന്നെ എനിക്ക് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സുനന്ദ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കും കേട്ടോ. എനിക്ക് സുഭാഷ് ചേട്ടനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണെന്നും അത് പക്ഷേ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് തോന്നുന്ന ഒരു ഇഷ്ടമല്ല കേട്ടോ എന്നും സുനന്ദ ഇങ്ങനെ സുഭാഷിനോട് പറഞ്ഞു. സുഭാഷ് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുക. സുഭാഷ് ചേട്ടനോട് മാത്രം തോന്നുന്ന, അങ്ങനെ തോന്നാനും മാത്രം കാരണമുള്ള ഒരു വലിയ ഇഷ്ടമാണെന്നും സുനന്ദ സുഭാഷിനോട് പറയണു. ഇന്നിവിടെ ഈ കല്യാണം നടക്കുന്നതിൽ എനിക്കും സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷെ അപ്പോഴും മനസ്സിലൊരു സങ്കടം പോലെയുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇങ്ങനെയൊരു കല്യാണം സുഭാഷേട്ടനും വേണമെന്നൊരു തോന്നലാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കണമെന്നുള്ളൊരാഗ്രഹമാണെന്ന് പറയുമ്പോൾ സുഭാഷ് അന്തം വിട്ടിങ്ങനെ സുനന്ദയെ നോക്കുക. സുഭാഷ് ഏട്ടന് ഓരോ തവണയും പെണ്ണ് കാണാൻ പോകുമ്പോൾ ഞാൻ മനസ്സിൽ പറയും അത് നടക്കണേന്ന്, പക്ഷേ അപ്പം തന്നെ അത് ഞാൻ തിരുത്തും എന്നൊക്കെ പറയാം. അങ്ങനെ നടന്നാൽ സുഭാഷ് ഏട്ടൻ വേറൊരാളുടേതാവില്ലേ? എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെ മിണ്ടാനും അടുത്തിടപഴകാനും ഒന്നും കഴിയില്ലല്ലോ എന്നുള്ളൊരു പേടിയാണെന്നൊക്കെ സുനന്ദ പറയട്ടോ. അപ്പോൾ എനിക്ക് സുഭാഷ് ഏട്ടനോടുള്ളത് വെറുതെ ഒരു ഇഷ്ടമല്ല, കല്യാണം കഴിച്ച സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിക്കാനുള്ളൊരു ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ നോക്കുക കേട്ടോ. പക്ഷെ അത് നടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നു. എൻ്റെ വീട്ടിൽ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്നും സുനന്ദ പറയുക. അവർ കാണാതെ ഇങ്ങനെ ഓടി വന്ന് കാണാനും മിണ്ടാനും മാത്രമേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ. കല്യാണം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നൊക്കെ സുനന്ദ പറയൂ കേട്ടോ. ഇത് കേട്ടപ്പോൾ സുഭാഷ് ആകെ വല്ലാതെയായിട്ട് ഇങ്ങനെ നിൽക്കുക, എന്ത് പറയണമെന്ന് അറിയാതെ. സുധീഷിൻ്റെ വൈഫ് വീട് വിട്ട് ഓടിപ്പോയി എന്ന് കേട്ടപ്പോൾ എനിക്കെന്താ അതിനുള്ള ധൈര്യം ഇല്ലാത്തത് എന്ന് ഞാൻ ആലോചിക്കായിരുന്നു എന്ന് സുനന്ദ പറഞ്ഞു. പിന്നെ ഇല്ല, എനിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇല്ല എന്നൊക്കെ സുനന്ദ സുഭാഷിനോട് പറയുക. പിന്നെ വീട്ടിലുള്ളവരെയൊക്കെ ചതച്ചിട്ട് ഇറങ്ങിപ്പോരാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെ വന്നാലും ജീവിക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കില്ല എന്നും എനിക്കറിയാവുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പക്ഷേ അമ്മ ജീവിതം അവസാനിപ്പിക്കുമെന്നൊക്കെ സുനന്ദ ഇങ്ങനെ സുഭാഷിനോട് തൻ്റെ അവസ്ഥകളൊക്കെ പറയുവാണ്. പിന്നെ സുഭാഷിനോടുള്ള ഇഷ്ടവും നടക്കാൻ പോകുന്ന സാഹചര്യവും എല്ലാം പറയുവാണ്. അപ്പോൾ സുഭാഷേൻ്റെ കൂടെ ജീവിതത്തിൽ നിൽക്കണമെന്ന്, ഒരുപാട് കാലം ഒരുമിച്ച് സ്നേഹത്തോടെ ജീവിക്കണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതെല്ലാം പറഞ്ഞ് കരയുവാണ് സുനന്ദ. എന്ത് അത്ഭുതം നടന്നിട്ട് അത് സംഭവിക്കാമെന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സുഭാഷിനെ സമാധാനിപ്പിക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും കരഞ്ഞിട്ട് നമ്മുടെ സുനന്ദ അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ എൻ്റെ ഉള്ളിലെ പേടി കൊണ്ടായിരിക്കും സുഭാഷ് ഏട്ടാ ഒരു പക്ഷെ അതൊന്നും നടക്കാത്തതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സുനന്ദ അവിടെ നിന്ന് പോയപ്പോഴത്തേക്ക് സുഭാഷ് നിന്ന് കരഞ്ഞു. സുഭാഷിനും കണ്ണ് നിറഞ്ഞു, കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സുധീഷും അതുപോലെ നമ്മുടെ നിധിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാട്ടോ. നിധി നല്ല ഉറക്കുക. പതുക്കെ ഒന്ന് കണ്ണ് തുറന്നപ്പോൾ ഏതോ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ കുറേ നേരമായോ? അരമണിക്കൂർ അത്ര ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി കഴിച്ചതിൻ്റെ ഉറക്കമാണ് ഒന്നിങ്ങനെ നിധി പറയുമ്പം സുധീഷാണെങ്കിൽ കുറച്ച് മിഠായി എടുത്തു കൊടുത്തു. അത് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നിധി അത് കഴിച്ചു. അപ്പോൾ അതേ ഈ മിഠായി കഴിച്ചാലേ ഉറക്കം പൊക്കോളൂ എന്ന് പറഞ്ഞു. ശരിക്കും? അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ നേരെ അങ്ങോട്ടാണെന്ന് പറഞ്ഞു. അന്നേരം ശരിയെന്നും പറഞ്ഞു ഇങ്ങനെ അവർ പോവുക. എൻ്റെ പൊന്നു ഭഗവാനേ, ആ സർട്ടിഫിക്കറ്റിൻ്റെ കുരുക്കിൽ നിന്നുകൂടി എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് മനസ്സിൽ പറയുക. അപ്പോൾ ഇയാൾ നന്നായി വണ്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ഒരു ടയർഡ്നെസ്സും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ നിധി. താങ്ക്സ് ഒക്കെ പറഞ്ഞ് സുധീഷ് ഇരിക്കാം. ഇയാൾ ആദ്യം കാണുമ്പം എന്തോ പോലെ തോന്നുമെങ്കിലും അടുത്ത കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് സുധീഷിനോട് നിധി പറയുക. എന്ത് കാണുമ്പോൾ എന്ത് തോന്നുമെന്ന്. അപ്പോൾ നമ്മുടെ നിധി ഒന്ന് ചിരിച്ചു. അല്ല, എന്നെ കാണുമ്പോൾ അത്ര മോശമായിട്ടൊക്കെ തോന്നുമോ? അയ്യോ അങ്ങനെയല്ല കേട്ടോ, പക്ഷേ പറഞ്ഞത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞൂന്നേ എന്ന് സുധീഷ്. അപ്പം നിധി ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ ശരിക്കും കാണാൻ അത്ര മോശമാണോ? അടുത്ത പെരുമാറാൻ കംഫർട്ടബിൾ ആണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അയ്യോ അങ്ങനെയല്ല, കാണാൻ എങ്ങനെയുണ്ട് അത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ലുക്കിൽ മൊത്തത്തിൽ ഒരുമാതിരി എന്നാ പറയുന്നേ, ചുമ്മാ പറയുന്നേ കേൾക്കാമല്ലോ, ഒരു റൗഡിയെ പോലെയാണെന്ന് പറഞ്ഞു. റൗഡിയോ? ഞാനോ? അമ്മേന്നും പറഞ്ഞിരിക്കാം. പിന്നെ ഡ്രസ്സിങ്ങും ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെന്ന് പറഞ്ഞു. പിന്നെ ഈ പെൺകുട്ടികളൊക്കെ എടുത്ത് രസം അടിക്കുന്ന ആമ്പിള്ളേരിലെ ഷുഗർ ക്യാൻഡി പോയി അതുപോലെയൊക്കെ തോന്നുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ പെൺപിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ നാണമാണെന്ന്. പക്ഷേ ഇയാളെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് കുറച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞു. ആദ്യമൊന്നും ഇയാൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്നും. ഓഹോ, അത് മനസ്സിലാക്കാൻ അത്ര ദിവസം എടുത്തു പോലും എന്ന് സുധീഷ് നിധിയോട് ചോദിക്കുക. അങ്ങനെ അവർ സംസാരിച്ച് ഇങ്ങനെ പോവുക. ശരിക്കും ഇയാൾക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പം ഇല്ലെന്നേ, ഇപ്പം നുണയൊന്നും പറയണ്ട, ഒരു ലവർ പോലും ഇല്ലേന്ന് ചോദിച്ചു.
എന്തിനാ ഇപ്പോൾ ഇയാൾ അതൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. ചുമ്മാ ഒന്ന് പറയാൻ പറഞ്ഞു. അത് ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെൺകുട്ടിയോടും സംസാരിച്ചിട്ടില്ല എന്നൊരു ആൺകുട്ടി പറഞ്ഞാൽ അയാൾക്ക് 3 പെൺകുട്ടികളോടെങ്കിലും കൃഷി തോന്നിയിട്ടുണ്ടാവുമെന്നാണെന്ന് പറഞ്ഞു നിധി. ശരിക്കും ശരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനൊരു സത്യം പറയാമെന്ന് പറഞ്ഞു. പറയാൻ പറഞ്ഞു. അത് പിന്നെ ഞാൻ ഈ +2 പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടിയോട് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആഹാ, എന്നിട്ടോ? ആ കുട്ടിക്ക് എന്നോടും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടിപ്പോൾ എന്താ, കഴിഞ്ഞ വർഷം അവളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, അതും തോറ്റിയെന്ന് ചോദിച്ചു. അത് പിന്നെ അവളുടെ അച്ഛൻ ഒരു തടിമിലുണ്ടായിരുന്നേ, അതുകൊണ്ടിപ്പോൾ എന്താ? അല്ല, അതുകൊണ്ടൊന്നുമില്ല. ഈ പഠിക്കുന്ന കാലത്തെ എന്നെ ഒരിക്കൽ ആ മില്ലിലോട്ട് വിളിച്ചുകൊണ്ട് പോയായിരുന്നു. മരം അറക്കുന്ന മിഷ്യൻ എന്നെ കാണിച്ചിട്ട് പറഞ്ഞു, ഇനി അവരുടെ പിറകെ നടന്ന മരത്തിന് പകരം എന്നെ തള്ളിവിടുമെന്ന്. ആ ക്രഷ് അപ്പം തീർന്നതാണെന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നിധിയോട് തൻ്റെ ഫ്ലാഷ് ബാക്ക് പറയാം. പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ വീണ്ടും ഒരു ക്രഷ്. പിന്നെ കോളേജിൻ്റെ ലാസ്റ്റ് ഡേ അതും പോയി. ഇപ്പോൾ ഒരാളോട് എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് സുധീഷ് പറയാം. അപ്പം നിധി ഇങ്ങനെ നോക്കുക കേട്ടോ. എനിക്ക് ആ കുട്ടി എൻ്റെ ഒരു ടൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അന്നേരത്തേക്കും നിധി ഇങ്ങനെ നോക്കുക. പക്ഷേ ആ കുട്ടിക്ക് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ളതായിട്ട് അറിയില്ല കേട്ടോ എന്ന് സുധീഷ് ഇങ്ങനെ നിധിയോട് പറയുക. അവൾക്കും അത് മനസ്സിലായി. തിരിച്ചും അതേ ഒരു ഇഷ്ടം എന്നോട് തോന്നിയ അപ്പം അത് സക്സസ് ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നിധി ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പറയുക, സ്വന്തം കാര്യമാണെന്ന് അറിയാതെ. എന്തായാലും അത് കഴിഞ്ഞ് ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന സമയത്ത് അച്ഛൻ്റെ കാര്യം ഇങ്ങനെ പറയാം നിധി. ഇപ്പം തന്നെ ഞാൻ കൊണ്ടുവിടേണ്ടി വരൂ, എൻ്റെ ഈശ്വര, എന്നെ ഈ കുരുക്കിൽ നിന്നുകൂടി എന്നെ ഒന്ന് ഊരി തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സുധീഷ് മനസ്സിൽ പറയാം കേട്ടോ. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. എങ്ങനെ ഉണ്ട്, എന്തുണ്ട് എന്നൊക്കെ പോലീസുകാർ ചോദിച്ചു. സുഖമാണെന്ന് പറഞ്ഞു ഇവർ. ഇയാളോ സുഖമല്ലേന്ന് ചോദിച്ചു. സങ്കടമൊക്കെ മാറിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഗോപി സാറിനെ ഒന്ന് കാണണമായിരുന്നല്ലോ, അപ്പോൾ അങ്ങോട്ട് ഇരുന്നപ്പോൾ വരും കേട്ടോ എന്നും പറഞ്ഞ് അവരവിടെ പിടിച്ചിരുത്തി. അങ്ങനെ നിധി അന്ന് നടന്ന കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ ആലോചിക്കുവാണ്, അവിടെ വെച്ച് നടന്ന കാര്യങ്ങൾ. എന്നിട്ട് കരയുക. ദേ ഇവിടെ ഇരുന്ന് കരയല്ലേ. എൻ്റെ പൊന്നെ, അന്ന് ഈ ഭാഗത്തു നിന്നല്ലേ തന്നെ അവരെല്ലാവരും ചീത്ത വിളിച്ചതിനെ തല്ലുകയും ചെയ്തത്. അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക, ഈ ഇമോഷൻ മൊത്തത്തിൽ മാറിക്കോളൂ എന്ന് സുധീഷ് നിധിയോട് പറയാം. നിധി അച്ഛനെ പറ്റി ആലോചിച്ച് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സൂര്യ അന്ന് ചെയ്തതെല്ലാം നമ്മുടെ നിധി ഇങ്ങനെ ആലോചിക്കുക ഒരു സെക്കൻഡ്. അപ്പോഴേക്കും അകത്തുനിന്ന് വിളി വന്നു. പറഞ്ഞ സമയത്തൊന്ന് വന്നൂടാടാ എന്നും ചോദിച്ചു. അപ്പോഴത്തേക്കും തിരിഞ്ഞു നോക്കി. അപ്പോൾ ഗോപി സാറാ. ഒരു എമർജൻസി ഉണ്ടായിരുന്നു സാറേ, അതുകൊണ്ടാ. വാ എന്ന് പറഞ്ഞ് ഗോപി സാറ് വിളിച്ചു. മോളും വരാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്ത് കയറി ചെന്നു. അപ്പോൾ നമ്മുടെ നിധി അവിടെ ഇരുന്നു. അപ്പം സുധീഷ് അവിടെ ഇങ്ങനെ മൂക്കൂത്തി പോലെ നിൽക്കുക. അപ്പോൾ മജ്നു ഇരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു പോലീസുകാരൻ. കുഴപ്പമില്ല സാറേ, ഞാനിവിടെ നിന്നോളാം. അപ്പോൾ ലൈല മജ്നു ആണ് ഉദ്ദേശിച്ചത് സാറ്. എന്താ വൈകിയതെന്ന് ചോദിച്ചു. അപ്പോൾ വീട്ടിൽ തന്നെയല്ലേ വരുന്നതെന്ന് ചോദിച്ചു. അത് സാറേ, അല്ല സാറേ എന്ന് നിധി അന്നേരം പറഞ്ഞു. അത് പിന്നെ നമ്മൾ വഴുതക്കാട്ടിൽ നിന്നല്ല ഇങ്ങോട്ട്, അപ്പോൾ ഇന്നലെ തട്ടിൽ പോയിട്ടല്ലേ ഇങ്ങോട്ട് എന്ന് ചോദിക്കുമ്പം അത്ര പെട്ടെന്ന് ഒത്തുതീർപ്പ് ആയോന്ന് ചോദിച്ചു. അയ്യോ, ഈ കുട്ടിയുടെ അച്ഛൻ്റെ അന്നത്തെ പോക്ക് കണ്ടിട്ട് അതിനൊരു സാധ്യതയില്ല എന്നാ പോലീസുകാരൻ പറയാം. അപ്പം അച്ഛന് സുഖമില്ലാന്ന് നിധി പറഞ്ഞു കേട്ടോ. എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അത് എന്നും പറഞ്ഞ് സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ പറയുക നിധി. എന്ത് വില കടുങ്കയും കാണിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നിധി അവിടെ നിന്ന് കരഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് ചാടി കയറി പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടോടാന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ സുധീഷിനോട് ദേഷ്യപ്പെടുക പോലീസുകാരൻ. നിനക്ക് എന്തെങ്കിലും മര്യാദ ഉണ്ടോടാന്നൊക്കെ ചോദിച്ചു. അയ്യോ സാറേ, ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മോൾ അച്ഛനെ കണ്ടോന്ന് ചോദിച്ചു. കാണാൻ സമ്മതിച്ചില്ല സാർ എന്ന് നിധി പറയൂ കേട്ടോ. അപ്പോൾ ഇന്നലെ ആളെ കാണാനായിട്ട് കൊണ്ടുപോയതാണ്, പക്ഷെ സമ്മതിച്ചില്ല. എങ്ങനെ സമ്മതിക്കോടാ? ആ മനുഷ്യനെ അത്ര നെഞ്ചു പൊട്ടിയിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയതെന്നൊക്കെ പോലീസുകാരൻ പറയുക. ഇത്രയും വർഷം വളർത്തി വലുതാക്കി അച്ഛനേക്കാളും വലുത് കുട്ടിക്ക് ഇവനോടുള്ള പ്രേമമാണല്ലോ, കഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിധി ഇങ്ങനെ ഇരിക്കാം. ഇങ്ങേരിതെന്ന് ഇപ്പം ഇവിടെ കയറി പറയുന്നേ, ഓവറാക്കി ചളാക്കാണല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ ഇരിക്കുവാണ്. സുധീഷിന് പേടിയായി. ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് നിധിയെ ഇങ്ങനെ തലയും കറക്കിയും കാട്ടിയൊക്കെ കാണിക്കുക. അതൊക്കെ പോട്ടെ, ഇപ്പം മുഖേന കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ കാരണം ആൾക്കാണ് പ്രശ്നമായതെന്ന് ഇങ്ങനെ നിധി അന്നേരം പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പോയ അവരെല്ലാം കുഴപ്പമുണ്ടാക്കിയോടാന്ന് ചോദിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അവർ ഒന്ന് അടിയുണ്ടാക്കിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ നിനക്കൊന്ന് അടുത്തുള്ള സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പം അതൊന്നും സാരമില്ല സാറേ എന്ന് പറഞ്ഞ് സുധീഷ് നിൽക്കുക. അന്നേരം നോക്കു കൂട്ടി, വീട്ടുകാരുമായിട്ട് വഴക്കുണ്ടാക്കി കല്യാണം കഴിച്ചാൽ മാത്രം പോരാ, ജീവിച്ച് കാണിച്ചും കൊടുക്കണം കേട്ടോ എന്നീ പോലീസുകാരൻ നിധിയോട് പറയണം. അങ്ങനെ
ഉപദേശിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ തന്നെ അവരുടെ വഴിയും കേൾക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് നിധി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്തായാലും ഇനി ആ വിവാഹ സർട്ടിഫിക്കറ്റും കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും പാലും വെള്ളത്തിൽ കിട്ടും സുധീഷിന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എല്ലാവർക്കും ടാറ്റാ.